ആദ്യമായി തന്നെ ഈ ഗാന്ധി ജയന്തി ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു ആഘോഷം ഇവിടെ കേരളത്തിൽ കൊണ്ടാടുവാനായിട്ട് തീരുമാനിച്ച ബഹുമാനപ്പെട്ട നിങ്ങളുടെ കമ്പനിയുടെ എല്ലാമായ TCGയെയും ഡോക്ടർ ട്രെയിനിൻ്റെയും CEOസിനെയും ലീഡേഴ്സിനെയും എല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എന്നെ അധികം പേർക്ക് പരിചയമില്ല, ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങളുടെ ലീഡർ സുജിത്ത് പറഞ്ഞു 20 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആളാണെന്ന്. പക്ഷേ ഈ ഇൻഡസ്ട്രി 20 വർഷം മുമ്പ് എന്തായിരുന്നു, ഇതുപോലൊരു യോഗം കൂടുവാനോ ഇങ്ങനെയൊരു സമ്മേളനം വെക്കുവാനോ സാധിക്കില്ലായിരുന്നു. ഒളിച്ചും പാത്തു വയ്ക്കാൻ തോന്നുന്നു അദ്ദേഹം കമ്പനിയുടെ പോയി സ്റ്റോർ ഉണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2011-12 കാലഘട്ടത്തിൽ ഡയറക്ട് സെല്ലിങ്ങിലെ ലീഡറായ ആംബയുടെ CEO അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ ഒരു സമയം. ഈ സമയത്ത് ഞങ്ങളുടെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളം നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ, ഞങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ആളാരും വ്യക്തികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരികയും ഇതുപോലെ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബിസിനസ്സിനെ ലീഗലൈസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ആരായുകയും ചെയ്ത് അതിൻ്റെ ഫലമായി 2004 വിജയ് സാർ വരുന്നത് 2005-ലാണ്. 2004 കേരള വാല്യൂ ആഡഡ് ടാക്സ് എന്ന നിയമ പുസ്തകത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ ഒരു NTT ആയി അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഒരു വിജ്ഞാനം പുറപ്പെടുവിച്ചു. അതാണ് എൻ്റെ കൂടെ ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു NTT ആക്കി ഒരു രജിസ്ട്രേഷൻ വാറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിരുന്നു കേരളം. അതിനുശേഷം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴും രജിസ്ട്രേഷൻ കിട്ടിയാലും നമുക്ക് യോഗം കൂടുവാനോ ബിസിനസ് ചെയ്യാനോ സാധിക്കാത്ത പോലീസ് ഫോഴ്സിൻ്റെ മറ്റ് ഹരാസ്മെൻറ്റിൽ പെട്ടിരിക്കുന്ന അവസരത്തിൽ 2014 കേരളത്തിൽ ആദ്യമായി ഒരു ഗൈഡ് ലൈൻ, ഡയറക്ട് സെല്ലിംഗ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻ ഞങ്ങൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി. അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ 2016 സെൻട്രൽ ഗൈഡ് ലൈൻസ് വിജ്ഞാപനം ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന 2021 പാർലമെന്റിൽ പാസ്സാക്കിയ ഡയറക്ട് സെല്ലിംഗ് റൂളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2016 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയ ഗൈഡ് ലൈനാണ്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ വെരി ലക്കി മാൻ, ബിക്കോസ് കേരള ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ടു took a lead role in legalizing this aspect for this direct selling industry. Other you can sit straight away in this audience, you can very well represent our Kerala. We are much proud that this type of industry is actually the direct selling industry. Government is restricting this type of products, this type of morality, ethics, legal compliance, everything is inbuilt in your company. That is why I am here. ബിക്കോസ് കേരള സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു പാർലമെന്റിൽ പാസ്സാക്കിയ നിയമത്തിന് ചുക്കാൻ പിടിച്ച ഒരു സ്ഥാപനത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സർക്കാർ ഞങ്ങളെ നിക്ഷിപ്തമാക്കിയിട്ടുണ്ടെങ്കിൽ RCM പോലെയുള്ള കമ്പനിയാണ് മോഡൽ കമ്പനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു കൈയടി കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ഞങ്ങൾ ആദ്യമായി 2016 മുതൽ 2016 ഗൈഡ് ലൈൻ തുടങ്ങിയപ്പോൾ 40 കമ്പനികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിലൊരു കമ്പനി, ഞാൻ പേരെടുക്കുന്നില്ല, ഒരു കമ്പനിക്ക് കേരളത്തിൽ തന്നെ 3 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത് ആളെ ചേർക്കൽ കമ്പനിയായിരുന്നു. ദിസ് ഈസ് എ റിക്രൂട്ട്മെന്റ് കമ്പനി. 3 ലക്ഷത്തിലെയോ 5 ലക്ഷത്തിലെയോ 10 ലക്ഷത്തിൻ്റെ കണക്കല്ല ഇവിടെ ആവശ്യം. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മീൻസ് വാട്ട്? ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം ഇടനിലക്കാരില്ലാതെ, ഹോൾസെയിലോ ഡിസ്ട്രിബ്യൂട്ടറോ റീറ്റെയിലോ ഇല്ലാതെ ഉപഭോക്താവിന്റെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ ആളെച്ചേർക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഉത്തമമായ സാധനങ്ങൾ, നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ലഭ്യമായ വിലയ്ക്ക്, കമ്പോള വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലും കമ്പനി മുന്നോട്ട് വന്നാൽ അതിനെ ഞാൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയും. ഇത് RCM എന്ന് പറയുന്നത് ഈ ഓരോ നോംസിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴും അതിന്റെ എല്ലാ കംപ്ലൈൻസിനും ഉദാത്തമായ എക്സാമ്പിൾ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഓർക്കുന്നു 2016 സെൻട്രൽ ഗൈഡ് ലൈൻ വന്നപ്പോൾ ഇതുപോലെ വലിയ സദസ്സിൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തായിരിക്കണം എന്നൊക്കെ ട്രെയിനിങ് നടക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ പറയും. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി നെയിം സേക്കിന് വേണ്ടി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്.
ആണോ ചോദിച്ചാൽ ആണ്, പക്ഷേ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് ഒന്നുമില്ല. ഞാൻ ഒരിക്കലും ഒരു കമ്പനിയുടെ മാനേജ്മെന്റിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജ്യൂസ് അല്ലാതെ വേറെ ഒന്നും മാർക്കറ്റ് ചെയ്യാനില്ലേ? അപ്പൊ ജ്യൂസ് മാത്രമല്ല, ആ ജ്യൂസിനൊക്കെ 1000, 2000, 3000 വിലയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ വില ഇത്രയും? ഒരു റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് എടുത്ത് നോക്കിയാൽ 200 രൂപ പോലും കോസ്റ്റിംഗ് ഇല്ലാത്ത ഒരു ജ്യൂസിന് 2000, 3000 ചേർക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ അവർ പറയാണ്, ഈ ജ്യൂസിലെ കണ്ടന്റ് ഹിമാലയൻ താഴ്വരയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി വെള്ളം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ വനാന്തരങ്ങളിൽ ആരും എത്തപ്പെടാത്ത വനാന്തരങ്ങളിൽ നിന്ന് എടുക്കുന്ന ഫ്രൂട്ട്സാണ് ഇതിൽ ചേർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുവ അടിക്കുകയാണ്. വിടുവ അടിക്കുന്ന ഇൻഡസ്ട്രി അല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. മാർക്കറ്റിൽ ജനത്തിന് ലഭ്യമായ, ജനത്തിന് ആവശ്യമായ സാധനങ്ങൾ ഏറ്റവും ഉദാത്തമായ രീതിയിൽ, ഏറ്റവും സ്വീകാര്യമായ വിലയിൽ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി. എന്തായാലും അതിൽ നിന്നെല്ലാം വിഭിന്നമായി പാർലമെന്റിൽ 2021 നിയമം വന്നതോടുകൂടി ഇപ്പോൾ ഇതിനെ ഒരു വലിയൊരു ഫ്രെയിംവർക്കായിട്ട് വരികയാണ്. കേരളത്തിൽ ഫോർ യുവർ ഇൻഫോർമേഷൻ, TCG ഫോർ യുവർ ഇൻഫോർമേഷൻ, ആൻഡ് കേരള ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടേക്ക് എൻറോൾമെന്റ് ഫെസിലിറ്റീസ് ഓഫ് ലീഗൽ കമ്പനീസ് in pan-India basis. That process is going on. I think your companies also have submitted application before. This is under scrutiny process. After the scrutiny process, I am telling you that there are 10 or 15 companies in Kerala on pan-India basis. All other company will vanish. This is a legal process. That legal process is going on. Now you can enter very well. You can market your products. I think you have now 450 products. You can think of 4,500 products. If that is the case, I am also become a regular buyer of your company. Because I want shirt, I want toothpaste, I want rice, I want food, everything I want. If your company is able to provide a reasonable price products to these people, we all can purchase ASEAN products. So that is our vision. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിയമപ്രക്രിയയിലൂടെ കേരളത്തിൽ ഒരു ധ്രുവീകരണം ചെയ്യാൻ പോവുകയാണ്. നിയമപരമല്ലാത്ത, ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി ആൾക്കാരെ കപടത്തിലേക്ക് തള്ളിവിടുന്ന, ചീറ്റ് ചെയ്യുന്ന എല്ലാത്തരം ഇൻഡസ്ട്രിയിൽ നിഷ്കാസനം ചെയ്യാനുള്ള വലിയൊരു സംരംഭം നമ്മൾ തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, 2025 ഫെബ്രുവരി മാസം 19-ാം തീയതി ഉത്തരികണ്ഠം മൈതാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളത്തിന്റെ ആദരണീയ മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ആ ഗെയിൽ ലൈൻ. അദ്ദേഹം ഇനിയും പറയുകയാണ്, അന്ന് ഞങ്ങൾ 5000 പേരെയാണ് പ്രതീക്ഷിച്ചത്. അന്ന് നിങ്ങൾക്കറിയാം, വന്നിരിക്കുന്നവർക്കറിയാം, 10,000 ആൾക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി. ഇത്രയും ഓപ്പർച്യൂണിറ്റി, ഇത്രയും പ്രതീക്ഷയുള്ള ഒരു ഇൻഡസ്ട്രിയെ നിയമാനുസൃതമാക്കാനായിട്ട് എന്ത് വില കൊടുത്തും സർക്കാർ സന്നദ്ധമാണെന്നാണ് ചീഫ് മിനിസ്റ്റർ പ്രസംഗിക്കുകയുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇൻഡസ്ട്രിയെ സ്ട്രീംലൈൻ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കോളറിൽ കിടക്കുന്ന ASEAN എന്ന് പറയുന്ന ലേബൽ അതിന് പൊൻതൂവലാണ്. പക്ഷേ അതിനും അപ്പുറം നിങ്ങളുടെ കോളറിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അതിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കാർ അംഗീകരിച്ച ഒരു ID കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കോളറായിട്ട്. In addition to the ASEAN label, the government of Kerala is visualizing a certified direct seller codes and an ID card to all the legal companies, so that apart from ASEAN label, you can have a collar of government of Kerala to market your products without any fear. ഒരു ഭയവുമില്ലാതെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നല്ല കമ്പനികൾക്ക് ഞങ്ങളത് അതിനുള്ള പണിപ്പുരയിലാണ്. ഇവിടെ 4000-5000 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫൈഡ് ഡയറക്ട് സെല്ലർ എന്നുള്ളൊരു മുഖമുദ്ര കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാരംഭ നടപടി തുടങ്ങിക്കഴിഞ്ഞു. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും ഈ ഗാന്ധി ജയന്തി ദിവസത്തിൽ കേരളത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, along with this company, you can enter the common people, the ladies and women, and you are entering the health sector, agriculture sector, everything. So the opportunity is very big and the company is ready for protect you. So we can join together, the government can join together. We will lead the business in a very good and legal manner. With this word, I may be permitted to leave from so many persons are waiting. So I am leaving. Thank you once. Thank you all. Thank you. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ജോസഫ് സാറിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താ പറഞ്ഞ
ഞാനും പാങ്കിടും, ഞാനും ഷൂയിടും, ഞാനും സോക്സിടും, ഞാനും ബെൽറ്റ് ധരിക്കും, ഞാനും ഷർട്ട് ധരിക്കും, ഞാനും ചോറുണ്ടും, ഞാനും എണ്ണ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഉള്ള ഒരൊറ്റ പ്രസ്ഥാനമാണ്.